കോഴിക്കോട് കട്ടിപ്പാറയിൽ അധ്യാപിക ആത്മഹത്യ ചെയ്തത് ശമ്പളം ലഭിക്കാത്തതിൽ മനം നൊന്താണെന്ന് കുടുംബം. താമരശ്ശേരി കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലെ 2 സ്കൂളുകളിൽ ജോലി ചെയ്തിട്ടും 5 വർഷമായി ശമ്പളം ലഭിച്ചില്ലെന്നും സ്ഥിര നിയമനം ഉണ്ടായില്ലെന്നുമാണ് പരാതി. ആരോപണങ്ങൾ നിഷേധിച്ച് താമരശ്ശേരി കോർപ്പറേറ്റ് മാനേജ്മെന്റ് രംഗത്തെത്തി. ശമ്പളം 5 വർഷമായി ശമ്പളം ലഭിക്കാത്തതിൻ്റെ വിഷമത്തിലാണ് മകൾ മരിച്ചത് എന്നാണ് പിതാവ് പറയുന്നത്, കുടുംബം ആരോപിക്കുന്നത്. 5 വർഷമായി, കഴിഞ്ഞ 4 വർഷമായി ഈ അലീന മറ്റൊരു സ്കൂളിലായിരുന്നു ജോലി ചെയ്യുന്നത്. 1 വർഷമായാണ് ഇപ്പോൾ കോടഞ്ചേരിയിലേക്ക് മാറിയത്. എന്നാൽ ഈ 2 സ്കൂളിൽ ജോലി ചെയ്തിട്ടും മകൾക്ക് ഇതുവരെ 1 രൂപ പോലും ശമ്പളം ലഭിച്ചില്ല എന്നാണ് ഈ ഒരു അച്ഛൻ്റെ ഭാഗത്തുള്ള മറുപടി. അലീനയുടെ നാട്ടുകാരാണ് നമ്മുടെ കൂടെയുള്ളത്. എന്താണ് നിങ്ങൾക്കതിൽ പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇത് ഗവൺമെൻറ് നയമാണ്. ഗവൺമെൻറ് ഇതുവരെ എത്രയോ അധ്യാപകരിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് പല സ്കൂളുകളിലായിട്ട്. ഗവൺമെൻറ് പോളിസിയാണ്. ഗവൺമെൻറ് ഇവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടില്ല, സാലറി കൊടുത്തിട്ടില്ല. ഗവൺമെൻറ്റാണ് അത് ചെയ്യേണ്ടത്. അറിയുന്ന ആളായിരുന്നു. എന്താണ് പിന്നെ ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണോ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നാണോ, എന്താണ് തോന്നുന്നത്? കഴിഞ്ഞ ദിവസം ഈ കുട്ടി കോർപ്പറേറ്റ് മാനേജർ ചെന്നിരുന്നു. ശമ്പളത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കോർപ്പറേറ്റ് മാനേജർ പറഞ്ഞിരിക്കുന്നത് 6 വർഷമായിട്ടുള്ളൂ, 9 വർഷമായിട്ട് ഇവിടെ പൈസ ശമ്പളം കൊടുത്തിട്ടില്ല, പിന്നെ 6 വർഷമായിട്ടുള്ളൂ എന്ന് പറഞ്ഞ കുട്ടി അവിടെ നിന്ന് പോരുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞത്. ഇത് പ്രൈവറ്റ് സ്കൂളുകൾ അധ്യാപകരെ അപ്പോയിൻമെൻറ്റ് ചെയ്താലും അവരെ നിയമിക്കുന്നതും അവരെ സ്ഥിരപ്പെടുത്തുന്നതും അവർക്ക് ജോലി സ്ഥിരത കൊടുക്കുന്നതും ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ ഗവൺമെൻറ്റാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇവരുടെ അപ്പോയിൻമെൻറ്റ് ഇവരുടെ ശമ്പളം കൊടുക്കും, ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് പല പ്രശ്നങ്ങളുമായിട്ട് ഗവൺമെൻറ് ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും. അത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായില്ലേ ആ കാര്യങ്ങളിൽ. ഞങ്ങൾ കേരള എയ്ഡഡ് ടീച്ചേഴ്സ് കളക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ ആളുകളാണ്. ഞങ്ങൾ ഏകദേശം 16,000 അംഗങ്ങളുണ്ട്. എയ്ഡഡ് മേഖലയിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും വർഷങ്ങളായിട്ട് ശമ്പളം കിട്ടുന്നില്ല. അത് ഭിന്നശേഷിയുടെ പേര് പറഞ്ഞിട്ട് ശമ്പളം തരാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ്. 1 മാസം മുമ്പ് ഞങ്ങളൊരു സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അപ്പം അന്നവിടെ ഞാൻ പ്രസംഗിച്ചതാണ്. മാസങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങളിൽ പലരും ആത്മഹത്യയുടെ വക്കിലാണ്, അതിലേക്ക് എത്തുമെന്നുള്ളത്. കാരണം എനിക്ക് ഒരുപാട് മെസ്സേജ് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് സംഘടനാ ഭാരവാഹി എന്ന നിലയ്ക്ക് എനിക്കിങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ പലരും ആത്മഹത്യക്ക് ശ്രമിക്കുന്നൊരവസ്ഥയിലുള്ളത്. പലരും ഓൾറെഡി ശ്രമിച്ചിട്ടുണ്ട്. അറ്റാക്കും സ്ട്രോക്കും വന്ന് കിടപ്പിലായി പോയ ടീച്ചേഴ്സിൻ്റെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഒരു അലീന ടീച്ചർ ഇവരുടെ ഒരു പ്രതിനിധി മാത്രമാണ്. ഇനി ഇതുപോലുള്ള ഒരുപാട് ആളുകളുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നീതി കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഇവരുടെ ജോലിക്ക് ശമ്പളം ലഭിക്കാനായി ഒരുപാട് കാലമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളും ആ കൂട്ടത്തിലുള്ള ഒരാളാണ്. ഞങ്ങളും ഇതേപോലെ ഞാൻ 2022 ജോയിൻ ചെയ്തതാണ്. നമ്മളൊക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വെറും കുട്ടികളുടെ പഠനം മാത്രമല്ല, അവരെല്ലാ സ്വഭാവ രൂപീകരണം മുതൽ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കേണ്ട ആളുകളാണ്. അത് ശരിക്കും പറഞ്ഞാൽ 10 മണി മുതൽ 4 മണി വരെയുള്ള സമയമല്ല. നമ്മൾ ശരിക്കും ദിവസം 24 അവേഴ്സും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അധ്യാപകർക്ക് ശമ്പളം കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന അധ്യാപകരുണ്ട്. ഇപ്പോൾ പലരും കൂലിവേലയ്ക്ക് പോയിട്ട് ഉപജീവനം നടത്തുന്ന സ്ഥിതിയാണ് ഈ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. കാരണം നമ്മൾ സ്കൂളിൽ വർക്ക് ചെയ്യുക, അതിനുശേഷം രാത്രി ജോലി ചെയ്തിട്ടാണ് വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പോൾ ഒട്ടനവധി പ്രതിസന്ധികളോടെ കടന്നു പോകുന്ന ഒരു വിഭാഗമാണ് ഈ സമയത്തെ എയ്ഡഡ് മേഖലയിൽ അധ്യാപകർ. ഇത് തന്നെയാണ് അധ്യാപകർക്ക് പറയാനുള്ളത്. പക്ഷേ അലീനയുടെ അച്ഛൻ ഇപ്പോഴും മാനേജ്മെൻറ്റിനെതിരെ അല്ലെങ്കിൽ ഇവർ ശമ്പളം കൊടുക്കാത്തതിനാലാണ് മകൾ ആത്മഹത്യ ചെയ്തത്. കാരണം ഇന്ന് ഈ അലീന സ്കൂളിൽ പോയിരുന്നില്ല. അവിടെ നിന്ന് പ്രധാനാധ്യാപകൻ വിളിച്ചു പറഞ്ഞതോടെയാണ് ഇങ്ങനെ മകൾ സ്കൂളിൽ എത്തിയിട്ടില്ല. പിന്നീട് വന്ന് നോക്കുമ്പോഴാണ് മകളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് അന്വേഷണത്തിലൂടെയാണ് ബാക്കിയുള്ള നടപടികൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ക്യാമറമാൻ നിതിൻ ഗോപിക്കൊപ്പം ദൃശ്യ പുതിയടത്ത്, മീഡിയ 1 കോഴിക്കോട്.